ഹലോ എവറി വൺ, നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിച്ചു നിർത്തിയത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിങ് ആണ് അല്ലേ. അപ്പോൾ കമ്പനി അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ അതിന്റെ എന്താണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് പഠിച്ചു. അതുപോലെ തന്നെ സറണ്ടർ, അങ്ങനെ കുറെ ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ. സറണ്ടർ ഓഫ് ഷെയർസ്, അതുപോലെ തന്നെ എന്താണ് ബോണസ് ഷെയർസ് എന്താണ്, സ്വെറ്റ് ഇക്വിറ്റി എന്താണ്, പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണ്, അതുപോലെ ക്യാപിറ്റലിന്റെ ഡിഫറെന്റ് ടേം, ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് അല്ലെ, കോഴ്സ് ഇൻ എരിയർ, കോൾഡ് അപ്പ്, ഇതെല്ലാം ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കോസ്റ്റിംഗ് 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ലാസ്റ്റ് നമ്മൾ എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് അല്ലെ, മെറ്റീരിയൽ അക്കൗണ്ടിങ് എന്താണ് മെറ്റീരിയൽ കൺട്രോൾ ആണ് നമ്മൾ കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ് ആണ്. അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ്. ഈ ചാപ്റ്റർ മുതൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചാപ്റ്റർ വൈസ് നമുക്ക് MCQs ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ലേബർ കോസ്റ്റ് എന്താണെന്ന് അറിയാലോ. ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ എഫേർട്ട് ആണ് അല്ലെ. ഹ്യൂമൻ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഹ്യൂമൻ എഫേർട്ടാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യാനോ എന്ത് വേണം? മനുഷ്യരുടെ ഒരു സഹായം, അല്ലെങ്കിൽ വർക്കേഴ്സ് അവരുടെ ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒന്നുകിൽ അത് ഫിസിക്കൽ ആയിട്ടുള്ള എഫേർട്ട് ആവും, അല്ലെങ്കിൽ മെന്റലി ആയിട്ടുള്ള എന്താണ് മൈൻഡ് അല്ലെ, മൈൻഡ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള എഫേർട്ട് ആവാം, മെന്റൽ ഇൻവോൾവ്മെന്റ് ആവാം, ടാസ്ക് ആവാം. അപ്പോ എന്തായാലും ഇതിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. അപ്പോ ഈ ലേബറിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ റെമ്യൂണറേഷൻ ഈ ലേബർ അവരവരുടെ എഫേർട്ട്, അവരവരുടെ പ്രയത്നം നമ്മുടെ കമ്പനിക്ക് വേണ്ടി തരുമ്പോൾ നമ്മൾ തിരിച്ചെന്ത് കൊടുക്കും? റെമ്യൂണറേഷൻ കൊടുക്കും. ആ റെമ്യൂണറേഷൻ എന്താ പറയുന്നത്? വേജ് എന്നാ പറയുന്നത് അല്ലേ. അപ്പൊ വേജ് മാത്രമാണോ റെമ്യൂണറേഷൻ? മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിട്ടുള്ള വേജ്, DNS അലവൻസ്, മറ്റ് അലവൻസുകൾ, ഇത് ട്രാവലിംഗ് അലവൻസ്, ഇതൊക്കെ നമ്മൾ എന്താണ് റെമ്യൂണറേഷൻ മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിട്ട് ലേബേഴ്സിന് കൊടുക്കും. അത് കൂടാതെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. അതായത് PF-ലോട്ടുള്ള, പ്രൊവിഡന്റ് ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ നോൺ മോണിറ്ററി ആയിട്ടുള്ള കുറെ ബെനിഫിറ്റ്സ്, എന്താണ് ഫുഡ്, മെഡിക്കൽ, എഡ്യൂക്കേഷണൽ, ഇതെല്ലാം എന്താണ് ഈ റെമ്യൂണറേഷന്റെ ഭാഗമായി തന്നെ വരുന്നതാണ്. അപ്പോൾ മോണിറ്ററി ആയിട്ടും നോൺ മോണിറ്ററി ആയിട്ടുള്ള കുറെ ബെനിഫിറ്റ്സ് ലേബേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ ലേബർ കോസ്റ്റിൽ ഇതെല്ലാം പെടുന്നതാണ് അല്ലെ. ലേബർ കോസ്റ്റിൽ ഈ പറയുന്ന ഡയറക്ട്ലി നമ്മൾ പേ ചെയ്യുന്ന വേജ്, അതുപോലുള്ള മറ്റ് അലവൻസുകള്, ക്യാഷ് ആയിട്ടുള്ള മോണിറ്ററി ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നതും, അതല്ലാതെ നമ്മൾ കൊടുക്കുന്ന മറ്റ് സപ്പോർട്ടുകളും, ഇതെല്ലാം തന്നെ ലേബർ കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ എന്തായാലും ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷനെ സംബന്ധിച്ച്, നമ്മുടെ ഓവറോൾ ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ട എന്താണ് ഒരു കോസ്റ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ അല്ലെ, കൺട്രോൾ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. നമ്മളൊരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ എന്താണ് കോസ്റ്റ് സെർട്ടൈൻ ചെയ്യുമ്പോൾ എന്താണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് എന്ത് ചെയ്യണം? അത് അസർട്ടൈൻ ചെയ്യണം, അത് കൺട്രോൾ ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് സാധ്യമാവുള്ളൂ? മൊത്തത്തിലുള്ള കോസ്റ്റ് റിഡക്ഷൻ സാധ്യമാകുകയുള്ളൂ അല്ലെ. അപ്പോൾ ലേബർ കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ്
അക്കൗണ്ട് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ലേബർ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള ലേബേഴ്സ് വരാം. ഒന്ന് ഡയറക്റ്റ് ലേബറും, രണ്ട് ഇൻഡയറക്റ്റ് ലേബറും. ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമുക്ക് പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ കോസ്റ്റ് സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലേബർ ആണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അപ്പോ ഡയറക്റ്റ് ലേബറിന് കൊടുക്കുന്ന വേജ്, അതായത് വേജ് എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ലേബറിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ ഈ വേജ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എപ്പോഴും പ്രൈം കോസ്റ്റിന്റെ ഭാഗമായിരിക്കും. ഇതൊരു പോയിന്റ് ആണ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഫോംസ് പാർട്ട് ഓഫ് ഏതാണ്? പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിന്റെ ഭാഗമാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കാർപ്പന്ററിന്, ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കാർപ്പന്ററിന് കൊടുക്കുന്ന വേജ് എന്ന് പറയുന്നത് അത് ഡയറക്ട്ലി നമുക്ക് ആ ലേബർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബർ നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്വർണ്ണപ്പണി, ഗോൾഡ് ജ്വല്ലറി മേക്കറിന് കൊടുക്കുന്ന, മാനുഫാക്ചറിന് കൊടുക്കുന്ന വേജ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ആ ഗോൾഡ് സ്മിത്തിന്റെ എന്താണ് അയാളുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ഉണ്ട് നമുക്ക് ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ലേബേഴ്സ് ആണ് ഡയറക്റ്റ് ലേബേഴ്സ്. അപ്പൊ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഫോംസ് പാർട്ട് ഓഫ് പ്രൈം കോസ്റ്റ്. അത് അത്രയും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ആണ് ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് കനോട്ട് ബി ട്രേസ്ഡ് ഓർ ഐഡന്റിഫൈഡ് ടു എ സ്പെസിഫൈഡ് പ്രോഡക്റ്റ്, ജോബ്, പ്രോസസ്, കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഒരു പ്രോഡക്റ്റിൽ നിന്നോ പ്രോസസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെന്ററിൽ നിന്നോ കോസ്റ്റ് യൂണിറ്റിൽ നിന്നോ ഒന്നും നമുക്ക് ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ലേബർ ആണ്. അപ്പോ ഇൻഡയറക്റ്റ് ലേബറിന് നമ്മൾ കൊടുക്കുന്ന വേജസ് എന്ന് പറയുന്നത് ഓവർ ഹെഡ് കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരും. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് ലേബറിന് നമ്മൾ കൊടുക്കുന്ന വേജ് എന്ന് പറയുന്നത് ഫോംസ് പാർട്ട് ഓഫ് പ്രൈം കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരും. കാരണം അത് ഡയറക്റ്റ് ആണ്. അപ്പോ ഇൻഡയറക്റ്റ് ലേബറിന് നമ്മൾ കൊടുക്കുന്ന വേജ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫോർമാൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫ്, ഇവർക്കൊക്കെ കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് അതൊരു ഇൻഡയറക്റ്റ് ലേബറിന് കൊടുക്കുന്ന പേയ്മെന്റ് ആണ്. അപ്പൊ അത് ഏത് ഇതിന്റെ ഭാഗമായിട്ട് വരും? ഓവർ ഹെഡ് കോസ്റ്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വേജസ് പെയ്ഡ് ടു ഇൻഡയറക്റ്റ് ലേബേഴ്സ് ആർ ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് ഓവർ ഹെഡ്സ്. അപ്പൊ 2 പോയിന്റ് ഇവിടെ ഓർത്തിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ലേബർ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ലേബർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാൻ പവറിന്റെ ഒരു ബെറ്റർ യൂട്ടിലൈസേഷൻ, എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ, മാൻ പവർ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഫങ്ഷൻസ് ഒക്കെയാണ് ഈ ലേബർ കൺട്രോളിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വർക്കേഴ്സിന്റെ സെലക്ഷൻ, ട്രെയിനിങ്, വേജ് അഡ്മിനിസ്ട്രേഷൻ, അവരുടെ വെൽഫെയർ, സേഫ്റ്റി, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ട് വരും? ലേബർ കൺട്രോളിന്റെ ഭാഗമായിട്ട് വരും. അപ്പോ ഇതെല്ലാം, ഈ ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ്, വലിയ വലിയ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. അപ്പോൾ അവരാണ് ഈ പറഞ്ഞ A to Z കാര്യങ്ങള് തൊഴിലാളികളുമായി, മാൻ പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെലക്ഷൻ തൊട്ടിട്ട് അവരുടെ റിട്ടയർമെന്റ് വരെയുള്ള കാര്യങ്ങൾ എല്ലാം നോക്കുന്നത്, എല്ലാം ചെയ്യുന്നത് ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ലെവൽ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ഒക്കെ ആ ഓർഗനൈസേഷന്റെ വലിപ്പം അനുസരിച്ച്, ഓർഗനൈസേഷന്റെ സൈസ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. ചില വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് കാര്യങ്ങൾ അവരുടേതായിട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവും.
അപ്പോൾ ഇറ്റ് വേരീസ് അല്ലേ. അപ്പോ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ലേബർ കൺട്രോൾ എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നൊക്കെ മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞു ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് തൊട്ടിട്ട് അവരുടെ പ്ലേസിംഗ്, ട്രെയിനിങ്, വേജ് അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്ഫേഴ്സ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻ, വെൽഫെയർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ് ആണ്. അപ്പോൾ ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കറിന്റെ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടൈം. ഒരു ഫാക്ടറിയിലോട്ട് ഒരു വർക്കർ എപ്പോഴാണ് ജോലിക്ക് പ്രവേശിക്കുന്ന സമയവും ജോലി കഴിഞ്ഞ് പോകുന്ന സമയം, അതായത് ആ വർക്കറിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ, ആ ജോലിക്കാരന്റെ എന്താണ് അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. പ്രസൻസ് അവിടെ രാവിലെ ഇന്ന സമയത്ത് ഇത്ര മണിക്ക് വന്നു, ജോലിയിൽ പ്രവേശിച്ചു, വൈകിട്ട് ഇത്ര സമയത്ത് എന്ത് ചെയ്തു, പോയി, ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം, അതായത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? വേജ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ, അവർക്ക് വേജ് കൊടുക്കാനായിട്ട് എന്താണ് വേജ് ഷീറ്റ് പ്രിപ്പറേഷൻ ഒക്കെ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിക്വയർമെന്റ്സ്, ഇത്ര സമയമൊക്കെയാണ് വർക്കേഴ്സിനെ പണിയെടുപ്പിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഇല്ലേ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട്, പേറോൾ പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത്തരത്തിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിനെയാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ്, അവരുടെ വർക്കേഴ്സ് എത്ര ദിവസമാണ് വരുന്നത് അല്ലെ, അതിന്റെ അടിസ്ഥാനത്തിലല്ലേ അവർക്ക് സാലറി കൊടുക്കാൻ അല്ലെങ്കിൽ വേജ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഇത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിനെയാണ്. അതുപോലെ തന്നെ ഒരു വർക്ക് പ്ലേസിൽ ഡിസിപ്ലിൻ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, അവരെപ്പോ വരുന്നു, തോന്നിയ പോലെ വന്നിട്ട് കാര്യമുണ്ടോ? എല്ലാ ദിവസവും എത്ര സമയത്ത് വരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, വരുന്നതും പോകുന്നതും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അപ്പോ ഇത് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അപ്പോ ഇൻ ആൻഡ് ഔട്ട് ടൈം, അതെ, നമ്മൾ വരുന്ന സമയവും അല്ലെങ്കിൽ പോകുന്ന സമയവും എന്ത് ചെയ്യും, നമ്മള് മെയിൻ ഫാക്ടറി ഗേറ്റിന്റെ അവിടെ തന്നെ എന്താണ്, എൻട്രൻസിൽ തന്നെ ഇതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യത്തെയാണ് എന്താ, റെക്കോർഡിംഗ് ദ ടൈം ഓഫ് വർക്കേഴ്സ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഫ്രം ദ ഫാക്ടറി ആണ് എന്തെന്ന് പറയുന്നത്, ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ടൈം കീപ്പിങ്ങിന് പല മെത്തേഡ്സ് ഉണ്ട്, പല രീതിയിൽ നമുക്ക് ടൈം റെക്കോർഡ് ചെയ്യാം. ഒന്ന്, ടൈം റെക്കോർഡഡ് ബൈ ടൈം കീപ്പർ. അപ്പോൾ ടൈം കീപ്പർ എന്ന് പറഞ്ഞാൽ ആരാ? ഗേറ്റിന്റെ ഫ്രണ്ടില് ഒരാളുണ്ടാവും അല്ലെ, ഗേറ്റിലെ എൻട്രൻസിന്റെ അവിടെ ഒരാളുണ്ടാവും അല്ലെ, ടൈം കീപ്പർ അല്ലെ. അപ്പോൾ ടൈം കീപ്പർ എന്ത് ചെയ്യും, വരുന്ന സമയവും പോകുന്ന സമയവും ഒക്കെ ഒരു രജിസ്റ്ററിൽ എന്ത് ചെയ്യും, ആള് പോകുമ്പോഴും വരുമ്പോഴും ആള് കാണുകയാണ് അല്ലെ. ഫിസിക്കലി തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും, ആള് വരുന്നുണ്ട്, പോകുന്നുണ്ട്, എത്ര സമയത്ത് വരുന്നുണ്ടെന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ചെറിയ ഫാക്ടറീസിനൊക്കെ ഇത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്നത് ഏത് ടൈപ്പിലുള്ള ജോലിക്കാർക്കാ? ഈ ഓഫീസ് സ്റ്റാഫുകൾക്ക്, ഫാക്ടറി വർക്കേഴ്സിന് ഇത് പോസിബിൾ അല്ല. ഓഫീസ് സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യും, സൂപ്പർവൈസറിന്റെ ടേബിളിന്റെ ഫ്രണ്ടിൽ ഒരു അറ്റൻഡൻസ് വെച്ചിട്ടുണ്ടാവും. ഈ ഓരോരുത്തർ വരുമ്പോൾ ആ അറ്റൻഡൻസ് രജിസ്റ്ററിൽ അവർ വന്ന ടൈം എഴുതി സൈൻ ചെയ്യും. ഇനി ലേറ്റ് കമേഴ്സ് വരുമ്പോൾ അവിടെ എന്താണ്, ആബ്സെന്റ് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് മാറ്റുകയോ ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റില്ല, അവർ അവിടെ ഒരു ലീവ് മാർക്ക് പോലെ വരും. അതാണ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്താ പറയുന്നത്, ആ ഒരു മെത്തേഡില് ടൈം കീപ്പിംഗ്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ടൈം റെക്കോർഡഡ് ബൈ ടൈം കീപ്പർ, സൈനിങ് ഇൻ അറ്റൻഡൻസ് രജിസ്റ്റർ. ഇപ്പൊ നെക്സ്റ്റ് ഒരു മെത്തേഡാണ് ടോക്കൺ ഓർ ഡിസ്ക് മെത്തേഡ്. ടോക്കൺ മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്ക് മെത്തേഡിൽ ഓരോ വർക്കറിനും ഒരു ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ടോക്കൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും.
അപ്പോ അതുപോലെ തന്നെ ഓരോ നമ്പറിനും ഒരു പ്ലാസ്റ്റിക് ഡിസ്ക് അല്ലെങ്കിൽ മെറ്റൽ ഡിസ്ക് ഉള്ള ഒരു ഡിസ്ക് പ്രിപ്പയർ ചെയ്തിട്ടും ഉണ്ടാവും. അപ്പൊ അവർക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കുന്നു. ഈ നമ്പർ വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്താ പറയുക ഒരു കാർഡ് പോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഈ ഡിസ്ക് അല്ലെങ്കിൽ ഈ ടോക്കൺ എന്ത് ചെയ്യും? മെയിൻ ഗേറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, തൂക്കിയിട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നമ്പർ ആണല്ലോ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വർക്കർ ജോലിയിലോട്ട് കയറുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ പറയുന്ന ആൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ടോക്കൺ നമ്പർ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഗേറ്റിന്റെ അവിടെ ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ എന്ത് ചെയ്യും? ആ ടോക്കൺ പ്ലേസ് ചെയ്യും. അപ്പൊ ടൈം കീപ്പർ വന്നിട്ട് ഇത്തരത്തില് ആ ബോക്സിൽ നിന്ന് എന്താ പറയാ ഈ ടോക്കൺ നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ എടുത്തിട്ട് ഈ ടോക്കൺസ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? അവരുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതുപോലെ വൈകി വരുവാണെന്നുണ്ടെങ്കിൽ റെഗുലർ അറ്റൻഡൻസ്, അതുപോലെ തന്നെ ലേറ്റ് അറ്റൻഡൻസും ഇതുപോലെ തന്നെ എന്താണ് വേറെ വേറെ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് ടോക്കൺ ഓർ ഡിസ്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയോ? ഇനി അടുത്തത് കാർഡ് ടൈം റെക്കോർഡർ. കാർഡ് ടൈം റെക്കോർഡർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് കാർഡ് ടൈം റെക്കോർഡർ എന്ന് പറയുന്നത്. അപ്പോ ഇതില് ഓരോ വർക്കർക്കും ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടാവും. ഒരാഴ്ചത്തേക്ക് ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടാവും. അതില് ഒരു നമ്പറും സ്പെസിഫിക് ഒരു നമ്പറും ഉണ്ടാവും. അപ്പോൾ ഇത് ഇൻകമിങ് വരുന്ന സമയത്തും പോകുന്ന സമയത്തും ഇത് മെക്കാനിക്കലി എന്ത് ചെയ്യാണ്? റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ഗേറ്റിന്റെ അവിടെ ഒരു റാക്കില് ഈ പറഞ്ഞ കാർഡുകൾ എന്ത് ചെയ്യും? സൂക്ഷിച്ചിട്ടുണ്ടാവും. ഒരു വർക്കർ ജോലിയിലോട്ട് കയറുന്ന സമയത്ത് അയാൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള അയാളുടെ നമ്പറുള്ള കാർഡ് എടുത്തിട്ട് ഈ കാർഡ് റെക്കോർഡിംഗ് മെഷീനിലോട്ട് കാണിക്കും. അപ്പൊ ഈ മെഷീനിലോട്ട് കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇൻകമിങ് ടൈം, ആ ഡേറ്റ്, അതൊക്കെ എന്ത് ചെയ്യും? ആ കാർഡിൽ പ്രിന്റ് ആവും. എന്നിട്ട് ഈ കാർഡ് എന്ത് ചെയ്യും? ഇൻകമിങ് റാക്കില് കൊണ്ടുപോയി ഇടും. ഇൻകമിങ് വന്ന നമ്മൾ ഫാക്ടറിയിലോട്ട് എൻറ്റർ ചെയ്യുന്ന സമയത്തുള്ളതൊക്കെ ഇൻകമിങ് റാക്കിൽ കൊണ്ടിടും. എന്നിട്ട് അയാൾ ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇൻകമിങ് റാക്കിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഈ ടൈം റെക്കോർഡറിൽ പ്ലേസ് ചെയ്യും. അപ്പൊ അയാൾ ജോലി കഴിഞ്ഞ് പോകുന്ന സമയവും ഡേറ്റും എൻ്റർ ആവും. എന്നിട്ട് അയാൾ അതെടുത്ത് ഔട്ട് ഗോയിങ് റാക്കിലോട്ട് ഇടും. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഈ കാർഡ് ടൈം റെക്കോർഡറിൽ ഇൻകമിങ് ഏത് സമയത്ത് ആള് വന്നു, ഇന്ന ഡേറ്റിൽ ഈ സമയത്ത് നെക്സ്റ്റ് അയാൾ എപ്പോൾ ഇറങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കാർഡ് ടൈം റെക്കോർഡർ. ഇനി അടുത്തത് ഡയൽ ടൈം റെക്കോർഡർ ഉണ്ട്. ഡയൽ ടൈം റെക്കോർഡർ എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് പോലത്തെ ഒരു സംവിധാനമാണ്. അതിൽ ഒരുപാട് ഹോൾസ് ഉണ്ടാവും. അതായത് ഏകദേശം 150 ഹോൾസ്, ഒരു ചെറിയ 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 ഹോൾസ് ഉണ്ടാവും. ഓരോ വർക്കറിനും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ പറഞ്ഞ പോലെ കാർഡ് കൊടുത്ത് നമ്പർ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു മെഷീന്റെ അകത്ത് എന്താണ്? ഒരു റോൾ ഓഫ് പേപ്പർ ആണ്. ഒരു പേപ്പർ റോള് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മെഷീൻ ആണ്. അതിലൊരു ക്ലോക്ക് പോലുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോ ഓരോ വർക്കർക്കും അയാളുടേതായിട്ടുള്ള ഒരു നമ്പർ, സീരിയലി അവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞ പോലെ ടോക്കൺ നമ്പർ പോലെയൊക്കെ നമുക്ക് ജസ്റ്റ് പറയാം. അപ്പൊ അവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു വർക്കർ എൻറ്റർ ചെയ്യുന്ന സമയത്ത്, ഫാക്ടറിയിലോട്ട് എൻറ്റർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ക്ലോക്കിന് എങ്ങനെ ഡയൽ ഉണ്ടല്ലോ, സൂചി ഉണ്ടല്ലോ, അതുപോലെ അതിനും എന്തുണ്ടാവും? ഈ ഡയൽ ടൈം റെക്കോർഡറിലും സൂചി ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും? ഒരാൾ വരുന്ന സമയത്ത് അയാളുടെ നമ്പർ ഏതാണോ ആ നമ്പറിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിക്കും. അങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ഡയലാം തിരിച്ചിട്ട് അവിടെ സെന്ററിൽ പിടിച്ച് പ്രസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താവും? അവിടെ ആ പേപ്പറിൽ ആ വർക്കറിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ, അയാളുടെ പ്രസന്റ്, എത്ര സമയം, ഇതൊക്കെ എന്താവും, ഏത് സമയത്താണ് അയാൾ എൻറ്റർ ആയത് എന്നുള്ളതൊക്കെ റെക്കോർഡാവും. പിന്നെ തിരിച്ചു പോകുമ്പോഴും ഔട്ട് ഗോയിങ് ടൈമിലും ഇങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ ഈ മെഷീന്റെ ഇൻസൈഡിലുള്ള പേപ്പറിലാണ് ഇത് റെക്കോർഡ് ആവുന്നത്. കാർഡ് ടൈം റെക്കോർഡർ ഡയൽ ടൈം റെക്കോർഡർ ആണ്. കാർഡ് ടൈം റെക്കോർഡറിലാവുമ്പോൾ അത് എവിടെയാ? ആ കാർഡിലാണ് അത് നമ്മൾ എൻറ്റർ ചെയ്യുന്നത്. ഓരോ വർക്കർക്കും ഒരു വീക്കിലി ഒരു എന്താ പറയാ
കാർഡ് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. കാർഡ് ടൈം റെക്കോർഡറിൽ കാർഡില് ആ വർക്കർ എൻ്റർ ചെയ്ത ടൈം, അയാളുടെ ഔട്ട് ഗോയിങ് എന്താ പറയാ ജോലി കഴിഞ്ഞ് ഇറങ്ങിയ ടൈമും ഒക്കെ ആ കാർഡിലാണ് പ്രിന്റ് ആവുന്നത്. ഇത് എന്താണ് പേപ്പർ റോൾ ഇൻസൈഡ് ദ മെഷീൻ അല്ലെ, ആ മെഷീൻ വിത്തിൻ ദ മെഷീന്റെ ഉള്ളിലുള്ള പേപ്പർ റോളിൽ ഇത് പ്രിന്റ്. ഇതാണ് ഡയൽ ടൈം റെക്കോർഡർ. ഇനി നെക്സ്റ്റ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പഞ്ചിങ് സിസ്റ്റം ആണ്. പഞ്ചിങ് സിസ്റ്റം ഒരു ബയോമെട്രിക് സിസ്റ്റം ആണ് അല്ലെ. ഇപ്പൊ വൈഡ്ലി എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് പഞ്ചിങ് സിസ്റ്റം. അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഗവൺമെന്റ് ഓഫീസ് മുതൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മുതൽ ചെറിയ ഓഫീസ് മുതൽ വലിയ ഓഫീസ് വരെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് മെക്കാനിക്കൽ ഡിവൈസ് ആണ് പഞ്ചിങ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടൈം കീപ്പിംഗ് മെത്തേഡ്സ്. ഇപ്പോഴും പറയാൻ ടൈം കീപ്പിംഗ് ആണ്. ടൈം ബുക്കിംഗ് വേറെ, ടൈം കീപ്പിംഗ് വേറെ. ഇപ്പൊ ടൈം കീപ്പിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതാണ്. ഇൻ ആൻഡ് ഔട്ട് ടൈം മാർക്ക് ചെയ്യുന്നതാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് ടൈം ബുക്കിംഗ് ആണ്. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ ആൻഡ് ഔട്ട് ടൈം റെക്കോർഡ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കർ എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആക്ച്വലി ഒരു ജോലിയിൽ, ഒരു ഓപ്പറേഷനിൽ എത്ര ടൈം, ഒരു പ്രോസസ്സിൽ എത്ര ടൈമാണ് ആക്ച്വൽ ടൈം സ്പെൻഡ് ബൈ എ വർക്കറാണ് നമ്മൾ ടൈം ബുക്കിങ്ങിൽ ചെയ്യുന്നത്. ടൈം ബുക്കിങ്ങിൽ ആ ഒരു ടൈം ഡ്യൂറേഷൻ ആണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇതൊരു ജോബ് വൈസ് അനാലിസിസ് ആണ്. ഒരു ജോബ് വൈസ് അനാലിസിസ് ആണ് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ജോലി സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ഫിനിഷ് ചെയ്ത ടൈം വരെ നമ്മൾ ഈ ഓരോ ജോലിയുടെയും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും. അതാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. ടൈം ബുക്കിങ്ങിനുള്ള മെത്തേഡ്സ് ആണ് ഡെയിലി ടൈം ഷീറ്റ്. ടൈം ബുക്കിങ്ങിനുള്ള ഒരു മെത്തേഡാണ് ഡെയിലി ടൈം ഷീറ്റ്. അപ്പൊ ടൈം ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വർക്കർ ഒരു ദിവസം ഒരു ജോലി ഏതെങ്കിലും ഒരു ജോലിയിൽ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് റെക്കോർഡ് ചെയ്യും. സ്റ്റാർട്ടിങ് ടൈമും അതുപോലെ തന്നെ ഫിനിഷിംഗ് ടൈമും ഒക്കെ എന്ത് ചെയ്യാണ്? റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ ആ വർക്കർ റെക്കോർഡ് ചെയ്തിട്ട് അത് ആര് കൗണ്ടർ സൈൻ ചെയ്യും? അവിടുത്തെ ഫോർമാൻ എന്ത് ചെയ്യും? കൗണ്ടർ സൈൻ ചെയ്യും, അവിടുത്തെ സൂപ്പർവൈസർ. അപ്പൊ ആ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ആ സൂപ്പർവൈസർ എന്ത് ചെയ്യും? ഈ റെക്കോർഡ് ചെയ്ത ടൈം എന്ത് ചെയ്യും? ആ റെക്കോർഡ് ടൈം ഒക്കെ റെക്കോർഡ് ചെയ്ത് ആ ടൈം ഡ്യൂറേഷൻ ഒക്കെ ഞാൻ എപ്പോ വർക്കിൽ കയറി എപ്പോ ഇറങ്ങി എന്നുള്ള ഒരു എക്സാക്ട് ടൈം റെക്കോർഡ് ചെയ്യും ഈ വർക്ക് ചെയ്യുന്ന ആള്. എന്നിട്ട് അത് ആര്? ഫോർമാൻ എന്ത് ചെയ്യും? കൗണ്ടർ സൈൻ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ടൈം ഷീറ്റിൽ ആ വർക്കറിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ, ജോബ് എന്ത് ജോലിയാണ്, വർക്ക്സ് ഓർഡർ നമ്പർ, ഏത് രീതിയിലുള്ള ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഡെയിലി ടൈം ഷീറ്റിൽ ഉണ്ടാവും. ഇത് ചെറിയ ടൈപ്പിലുള്ള എന്താ പറയാ ഫാക്ടറീസിനൊക്കെ ഈ ഒരു മെത്തേഡ് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം അവിടെ ഒരു മെഷീൻ ഡിവൈസ് ഒക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ. അപ്പോൾ ഇത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് ഓഫ് ടൈം ബുക്കിംഗ് ആണ് ഡെയിലി ടൈം ഷീറ്റ്. സെക്കൻഡ് വീക്കിലി ടൈം ഷീറ്റ്. വീക്കിലി ടൈം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഒരു ജോലി ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ജോലി, അതായത് ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ ആവശ്യമുള്ള ഒരു ജോലിയാണ് ഒരാൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അത്തരം ജോലിക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് വീക്കിലി ടൈം ഷീറ്റ്. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലും വീക്കിലി നമുക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എപ്പോൾ എത്ര ഡ്യൂറേഷൻ, എത്ര സമയം എടുത്തു, നമുക്ക് ഈ വീക്കിലി ടൈം ഷീറ്റിൽ ഈ പറഞ്ഞ രീതിക്ക് എന്ത് ചെയ്യാം? എൻട്രി ചെയ്യാം. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നും അത്ര നമ്മൾ അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ജോബ് കാർഡ് ഓർ ജോബ് ടിക്കറ്റ്. ജോബ് കാർഡ് ഓർ ജോബ് ടിക്കറ്റ്. അപ്പൊ ഓരോ വർക്കർക്കും ഓരോ ജോലിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ജോബ് കാർഡ് അല്ലെങ്കിൽ ജോബ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാണ്. അപ്പൊ ഓരോ വർക്കറും അയാൾ ചെയ്യുന്ന ജോലി എന്ത് ചെയ്യും? ആ ജോബ് കാർഡില് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഒരു ജോലിയില് ഒരു വർക്കർ ഒരു ജോലി ചെയ്യാന്ന് വിചാരിക്കാം.
അപ്പൊ അയാൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഒരു ജോബ് കാർഡ് കൊടുത്തിട്ടുണ്ടാവും. അയാളുടെ ജോബ് നമ്പർ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു ജോബ് കാർഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോ അയാള് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ടിട്ട് ഫിനിഷ് ചെയ്യുന്ന ടൈം വരെ എന്ത് ചെയ്യും? ആ വർക്കർ ആ ജോബ് കാർഡിൽ എൻട്രി ചെയ്യും. ജോബ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യാന്ന് പറയുന്നത്? ഇത് കൗണ്ടർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാനെ കൊടുക്കും, സൂപ്പർവൈസർക്ക് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സൂപ്പർവൈസർ ആണ് ഇത് കൗണ്ടർ സൈൻ ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ചില ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലോങ് ആയിട്ട് ചെയ്യേണ്ട ജോലികളായിരിക്കും. അപ്പൊ അയാള് കുറച്ചൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോ ലഞ്ച് ടൈം കുറച്ച് പോവും. അതുപോലെ തന്നെ മറ്റു എന്തെങ്കിലും കാര്യത്തിന് അയാൾക്ക് പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പോവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്യും? കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വയ്ക്കും. അപ്പൊ എത്ര ടൈമാണ് ആക്ച്വലി സ്പെൻഡ് ചെയ്തത് എന്നുള്ളത്, ആ ജോലിക്ക് വേണ്ടി, ആ ഒരു പെർട്ടിക്കുലർ ജോലിക്ക് വേണ്ടി എത്ര ടൈമാണ് ഈ വർക്കർ സ്പെൻഡ് ചെയ്തതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ, ജോബ് കാർഡ് അല്ലെങ്കിൽ ജോബ് ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് ജോബ് കാർഡ് ഓർ ജോബ് ടിക്കറ്റ്. നെക്സ്റ്റ് ടൈം കം ജോബ് കാർഡാണ്. അപ്പോ ഇവിടെ ടൈം കീപ്പിങ്ങിന്റെ ജോലി നടക്കും, അതുപോലെ ടൈം ബുക്കിങ്ങിന്റെ ജോലി നടക്കും. അപ്പോ ടൈം കം ജോബ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്കർ ക്ലോക്ക് റെക്കോർഡർ വഴി, നമ്മൾ പറഞ്ഞല്ലോ ക്ലോക്ക് റെക്കോർഡറിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ടൈം കീപ്പിങ്ങിന്റെ കേസിൽ നമ്മൾ ക്ലോക്ക് വൈസ് ഒരു ഡിവൈസ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ. അതേപോലുള്ള ഒരു ഡിവൈസ് വെച്ചിട്ട് എന്താണ് ഇവിടെ ഒരു വർക്കറിന്റെ ആ ഒരു എൻഡ് ടൈം, അതായത് ഗേറ്റ് ടൈമും അതുപോലെ തന്നെ അയാളുടെ വർക്കിംഗ് ടൈമും എന്താണ് രണ്ടും റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ടൈം കം ജോബ് കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ ഇത് നമുക്ക് എന്താണ്, അപ്പോ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് രണ്ടും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ എൻ്റർ ചെയ്തു, ഒരാള് പ്രസന്റ് ആണ്, പക്ഷെ അയാളുടെ വർക്കിംഗ് ടൈമിൽ അയാൾ എത്ര അവർ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ അയാൾ തിരിച്ചു പോയ സമയം, ഇതൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആളുടെ ആബ്സെൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആബ്സെന്റ് ആയിട്ടോ അയാളെ പ്രസന്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ടൈം കം ജോബ് കാർഡ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും ആണ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചു. അപ്പോൾ ടൈം കീപ്പിങ്ങിന്റെ മെത്തേഡ്സും ടൈം ബുക്കിങ്ങിന്റെ മെത്തേഡ്സും രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ടൈം കീപ്പിംഗ് മെത്തേഡ് എന്താണ്, ടൈം കീപ്പിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, എന്താണ് ടൈം ബുക്കിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഡിവൈസ് ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.